ആം ആദ്മി പാർട്ടിയിലെ സ്വാതി മാലിവാളിനെ ആക്രമിച്ച വിഭവ് കുമാർ ഉണ്ടല്ലോ, അദ്ദേഹം മുഖ്യമന്ത്രിയുടെ വസതിയിലെ ഗുണ്ടയാണോ എന്ന് സുപ്രീം കോടതി ചോദിച്ച ഒരു വാർത്ത കേട്ടു. ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അങ്ങനെ ഒരു സംഭവം? അതെ, അതുകൊണ്ട് നമ്മുടെ മാധ്യമങ്ങളൊന്നും കാര്യമായി റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ശരിക്കും സുപ്രീം കോടതി ഇന്നലെ സുപ്രീം കോടതി 3 അംഗ ബെഞ്ച്, സൂര്യകാന്തും ദീപാങ്കർ ദത്തും ഒക്കെ ഉൾപ്പെടുന്ന 3 അംഗ ബെഞ്ച് ശരിക്കും കൈകാര്യം ചെയ്തത് കെജ്രിവാളിനെയാണ്. കാരണം കെജ്രിവാളിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി, കെജ്രിവാളിൻ്റെ വീട് സ്വകാര്യ വസതിയല്ല, സുപ്രീം കോടതി പറഞ്ഞു. മുഖ്യമന്ത്രി വീട് ഇടെന്ന് പറഞ്ഞാൽ പൊതുസ്ഥലമാണ്. അത് പൊതുസ്ഥലമാണെന്ന് കരുതിയിരിക്കുന്നത്. അവിടെ നടന്ന കാര്യങ്ങൾ തങ്ങളെ ഞെട്ടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് നേരിട്ട് കെജ്രിവാൾ എന്ന് പറയുന്ന ആദർശ ധീരൻ, ആദർശ പുരുഷൻ്റെ മുഖമടച്ച് കിട്ടിയ അടിയാണ്. കാരണം സ്വാതി മലിവാൾ മർദ്ദനത്തിന് ഇരയാവുമ്പോൾ ആ കെട്ടിടത്തിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഉണ്ടായിരുന്നു. അരവിന്ദ് കെജ്രിവാളിനെ കാണാനായിട്ടാണ് സ്വാതി മലിവാൾ എന്ന് പറയുന്ന കെജ്രിവാളിൻ്റെ പാർട്ടിയിലെ MP ആയ, ഒരു കാലത്ത് കെജ്രിവാളിൻ്റെ സന്തത സഹചാരിയായിരുന്ന, അതായത് ഈ അണ്ണാ ഹസാരയുടെ സമരമൊക്കെ നടക്കുമ്പോൾ കെജ്രിവാൾ രാഷ്ട്രീയ പ്രവേശനം തുടങ്ങുന്നതിന് മുമ്പുള്ള NGO കാലം മുതൽ കെജ്രിവാളിൻ്റെ കൂടെ ഉണ്ടായിരുന്ന, നമ്മുടെ തിരുവനന്തപുരത്തൊക്കെ വന്ന് ഒന്നിച്ച് താമസിച്ചിട്ടുള്ള ആളാണ് സ്വാതി മലിവാൾ. അത്തരം ചില കഥകളൊക്കെ വേറെയുണ്ട്. ആ കഥകളൊക്കെ അക്കാലത്ത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല, പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാവും. ഏതായാലും അത്ര വളരെ ഡീപ്പ് റൂട്ടഡായിട്ട് ബന്ധം കെജ്രിവാളും സ്വാതി മലിവാളും തമ്മിലുണ്ടായിരുന്നു. പിന്നീട് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ കെജ്രിവാളിൻ്റെ ദില്ലി മദ്യനയ കേസ് വരുന്നു. ആ കേസുമായി ബന്ധപ്പെട്ട് കേസുകളൊക്കെ നടത്തുന്നത് മനീഷ് സിസോദിയാണ്. മനീഷ് സിസോദിയ അറസ്റ്റിലാവുന്നു, കെജ്രിവാൾ പെടുന്ന സ്ഥിതി വരുന്നു. ഈ സാഹചര്യത്തിൽ ഈ കേസ് നടത്തിക്കൊണ്ടിരിക്കുന്ന മനു അഭിഷേക് സിംഗ്വിയെ പാർലമെൻറ്റിലേക്ക് എത്തിക്കണമെന്നൊരാഗ്രഹം, രാജ്യസഭാ അംഗമാക്കണമെന്ന് അരവിന്ദ് കെജ്രിവാളിനുണ്ടാവുന്നു. അരവിന്ദ് കെജ്രിവാൾ അപ്പോൾ അത് സ്വാതി മലിവാളിനോട് പറയുന്നു, നിങ്ങൾ രാജിവെക്കണം, മനു അഭിഷേക് സിംഗ്വി നമ്മുടെ എല്ലാ കേസുകളും നടത്തുന്ന ആളാണ്, അയാളെ MP ആക്കണം, നിങ്ങൾ രാജിവെക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സ്വാതി മലിവാൾ സമ്മതിക്കുന്നില്ല. അതേ തുടർന്നാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അങ്ങനെ ഈ വിഷയങ്ങൾ സംസാരിക്കാനായിട്ടാണ് സ്വാതി മലിവാൾ മുഖ്യമന്ത്രിയെ കാണാൻ വരുന്നത്. അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്വകാര്യ സ്ഥലമല്ല, പൊതുസ്ഥലമാണ് മുഖ്യമന്ത്രിയുടെ വീടെന്ന് പറയുന്നത്. പബ്ലിക് പ്രോപ്പർട്ടിയാണ്. അവിടേക്ക് ഒരാൾ വരുമ്പോൾ മുഖ്യമന്ത്രി അവിടെ ഉണ്ടായിരിക്കെ അവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു ഗുണ്ടയെയാണ് നിയമിച്ചിരിക്കുന്നതെന്ന് ഞങ്ങൾ ഞെട്ടലോടെ മനസ്സിലാക്കുന്നു. പരമോന്നത നീതിപീഠം ചോദിക്കുകയാണ്, പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് ഗുണ്ടയാണോ നിയമിച്ചിരിക്കുന്നതെന്ന് കോടതി ചോദിക്കുന്ന ആരോടാ? മുഖ്യമന്ത്രിയോട് അല്ലേ? താങ്കളുടെ ഓഫീസിലേക്ക് ഒരു ഗുണ്ടയാണോ നിയമിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുന്ന മുഖ്യമന്ത്രി കെജ്രിവാളിനോടുള്ള ചോദ്യമാണ്. അല്ല അന്തരീക്ഷത്തിലേക്ക് കോടതി 3 അംഗ ബെഞ്ച് ഇങ്ങനെ വെറുതെ പ്രക്ഷേപണം ചെയ്ത വാക്കുകളില്ല. കെജ്രിവാളാണ് മറുപടി പറയേണ്ടത്. ഒരു ഗുണ്ടയെ തൻ്റെ ഓഫീസിലേക്ക് നിയമിച്ചോ, അവിടെ നടന്ന കാര്യങ്ങൾ ഞെട്ടിക്കുന്നതാണ്. പിന്നെ ചോദിക്കുന്നത്, ഇയാൾ ആരാണ്? ഇയാളുടെ തലയിലാണോ എല്ലാം കൂടെ പോകുന്നത്? ഇയാൾക്ക് എന്താ അധികാരമുണ്ടെന്നാണോ ഇയാൾ ഭാവിക്കുന്നത് എന്നൊക്കെ വലിയ തോതിൽ കടുത്ത വിമർശനം പറഞ്ഞ കോടതി പറഞ്ഞു. ഞങ്ങളുടെ മുന്നിൽ കൊലപാതകം ചെയ്യുന്നവർ, ബലാത്സംഗം ചെയ്യുന്നവർ, പിടിച്ചുപറിക്കാർ ഒക്കെ വരാറുണ്ട്, ഞങ്ങൾ ജാമ്യം കൊടുക്കാറുമുണ്ട് മെറിറ്റ് നോക്കിയിട്ട്. പക്ഷെ ഇയാൾക്ക് ജാമ്യം എങ്ങനെയാണ് കൊടുക്കുന്നത്? മുമ്പൊരിക്കൽ വിജിലൻസ് കമ്മീഷൻ്റെ നടപടിയെ തുടർന്ന് വിഭവ് കുമാറിനെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്ത് മാറ്റേണ്ടി വന്നു. മാറ്റിയതല്ല, നടപടി ലഫ്റ്റനന്റ് ഗവർണറിൻ്റെ ഒക്കെ ഭാഗത്തുണ്ടായപ്പോൾ മാറ്റി. എന്നിട്ടും ശമ്പളം പറ്റാത്ത, അതായത് സർക്കാർ ശമ്പളം കൊടുക്കാത്ത, കെജ്രിവാൾ ശമ്പളം കൊടുക്കുന്ന പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് വിഭവ് കുമാർ തുടരുകയായിരുന്നു. അതായത് അത്ര വിശ്വസ്തനാണ് വിഭവ് കുമാർ. വിഭവ് കുമാർ ഇല്ലാതെ കെജ്രിവാളിന് ഊണുമില്ല, ഉറക്കമില്ല. അങ്ങനെ കൊണ്ടു നടക്കുന്ന ആളാണ്. ഈ സ്വാതി മലിവാളിനെ മർദ്ദിച്ച സംഭവം ഉണ്ടായതിനു ശേഷം നോക്കൂ, UP പോയി വിഭവ് കുമാർ ഉണ്ടായിരുന്നു ഇലക്ഷൻ പ്രചരണത്തിലേക്ക്. ഇത് നമ്മൾ ഇന്ന് സംസാരിക്കുന്ന ഈ നിമിഷം കൂടെയില്ല. കാരണം എന്താ അറിയോ? കെജ്രിവാൾ ജയിലില്ല. അതുകൊണ്ട് അല്ലെ പിന്നെ ഇയാളെ ജയിലിടാൻ പറ്റുമോ? ഏതായാലും ഇവർക്ക് ഇടവിരിയാൻ പറ്റാത്ത അടുപ്പമുള്ള ആളാണ് വിഭവ് കുമാർ. വിഭവ് കുമാറിനെ സംബന്ധിച്ച് വിഭവ് കുമാർ കെജ്രിവാളിൻ്റെ രഹസ്യം സൂക്ഷിപ്പുകാരനാണ്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം എന്തൊക്കെ പ്രശ്നം വന്നാലും വിഭവ് കുമാറിനെ കെജ്രിവാളിന് കൈവിടാൻ പറ്റില്ല. കാരണം കൈവിട്ടാൽ സ്വാതി മലിവാളൊക്കെ അപ്പുറത്ത് പോയതുപോലെ വിഭവ് കുമാറും പോയാൽ രഹസ്യങ്ങളുടെ മുഴുവൻ ഭാണ്ഡക്കെട്ടുകൾ തുറന്നു പോകുമോ എന്ന് കെജ്രിവാൾ ഭയപ്പെടുന്നുണ്ട്. നമ്മൾ ഇന്ത്യ കണ്ട ഏറ്റവും ക്രൂക്കഡായിട്ടുള്ള ക്രിമിനലാണ് കെജ്രിവാൾ എന്ന് കഴിഞ്ഞ കാലത്തുണ്ടായ സംഭവങ്ങൾ തെളിയിച്ചു കളഞ്ഞു. സാമ്പത്തിക കുറ്റകൃത്യങ്ങളുടെ ഉസ്താദാണ്. ഒരാൾക്ക് 100-ലേറെ ആപ്പിൾ ഐഫോൺ ഉണ്ടായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്ത് കാര്യത്തിലത്? നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന് ചിലപ്പോൾ ഒരു ഫോൺ കാണും. പിണറായി പോലും ആയിരിക്കില്ല ചിലപ്പോൾ ഉപയോഗിക്കുന്നത്, സെക്രട്ടറിമാരായിരിക്കും.
ഉമ്മൻചാണ്ടിക്ക് മൊബൈൽ ഫോണേ ഉണ്ടായിരുന്നില്ല. ദില്ലി മുഖ്യമന്ത്രിക്ക്, ദില്ലി എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊച്ചി കോർപ്പറേഷൻ പോലുള്ള സ്ഥലമുള്ളൂ ദില്ലി സ്റ്റേറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ കൊച്ചി കോർപ്പറേഷൻ്റെ മേയറായ അനിൽകുമാറിനുള്ള അധികാരങ്ങളെ ദില്ലി മുഖ്യമന്ത്രിക്കുള്ളൂ. കാരണം അവിടെ പരമാധികാരി ലെഫ്റ്റനൻറ്റ് ഗവർണറാണ്. പിന്നെന്താ, പോലീസില്ല. പോലീസ് ഉണ്ടാകുമ്പോഴാണ് ഒരു സംസ്ഥാന മുഖ്യമന്ത്രിക്ക് ഒരു ഗമയൊക്കെ വരുന്നത്. പവറില്ല, ദഹവും പല്ലും ദഹവും ഇല്ലാത്തൊരു മുഖ്യമന്ത്രിയാണ്. അങ്ങനെയുള്ളൊരു മുഖ്യമന്ത്രിക്ക് 102 120 ആപ്പിൾ ഐഫോണുകൾ ഉണ്ടായിരുന്നു എന്നാണ് വാർത്തകൾ വന്നിരിക്കുന്നത്. ആലോചിച്ച് നോക്കി, ഈ ഫോണുകൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇവിടെ നമ്മുടെ നാട്ടിൽ കെജ്രിവാളിനെ ഇങ്ങനെ വെള്ളപൂശി ജനാധിപത്യത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും പൗരാവകാശത്തിൻ്റെയും ട്രാൻസ്പെറൻസിയുടെയും ഒക്കെ മിശിഹയായി വാഴ്ത്തുന്ന ഒരാളും പറഞ്ഞിട്ടില്ല എന്തിനാണ് ഈ മനുഷ്യന് 100 മൊബൈൽ ഫോൺ. എന്നിട്ട് അന്വേഷണ ഏജൻസി ചോദിക്കുമ്പോൾ അതിൻ്റെ പാസ്വേഡ് കൊടുക്കത്തില്ല. ഇങ്ങനെ പല തരികിട പരിപാടികളും നടത്തി. എന്നിട്ട് എന്താ, ജയിലിൽ കഴിയുമ്പോൾ ചെയ്തെന്താ, ജാമ്യം കിട്ടാൻ വേണ്ടി എല്ലാ ദിവസവും മീൻസ് മാമ്പഴവും അലുവയും തിന്നും. ഷുഗർ കൂടണം, ഷുഗർ കൂടിയിട്ട് അസുഖമായി എനിക്ക് അയ്യോ വയ്യേ എന്ന് പറയും. എന്തൊക്കെ നാടകങ്ങളാണ് ഈ വൃത്തികെട്ട മനുഷ്യൻ കളിച്ചത്. ഒരു ദിവസം ലക്ഷക്കണക്കിന് രൂപ വാടകയുള്ള 7 സ്റ്റാർ ഹോട്ടലിൽ താമസിക്കും. എന്നിട്ട് അവിടുന്ന് വള്ളിച്ചെരുപ്പും കീറിയ ഉടുപ്പ് ഇട്ടുകൊണ്ട് വന്ന് ഓട്ടോറിക്ഷ കയറി സഞ്ചരിക്കും. താമസിക്കുന്നത് 7 സ്റ്റാർ ഹോട്ടലിൽ. ഇങ്ങനെയുള്ള ഗിമ്മിക്കുകൾ നടത്തി ഇന്ത്യക്കാരെ, ഡൽഹിക്കാരെ ആകെ പറ്റിച്ച് ഇന്ത്യക്കാരുടെ മുന്നിൽ വലിയൊരു പരിവേഷമായി വന്ന കെജ്രിവാളിൻ്റെ കഥയൊക്കെ ഏതാണ്ട് കഴിയും. രാഷ്ട്രീയമായ അസ്തമനം. ഡൽഹിയിലെ 7 സീറ്റുകളും BJP തൂത്തുവാരി കൊണ്ടുപോയി. ഇനി ദില്ലി ഇലക്ഷനാണ്. ഇപ്പോൾ എന്താണെന്ന്, എല്ലാ ജനങ്ങൾക്കും ഫ്രീ ആയിട്ട് കൊടുക്കും, ഡൽഹി സംസ്ഥാനം ഏറ്റവും മികച്ച സംസ്ഥാനമാണെന്ന് പറഞ്ഞിട്ട് കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടായിരുന്നു. വെള്ളം കിട്ടാനുണ്ടായിരുന്നില്ല. അവസാനം BJPയുടെ ജയിച്ച MP മാരൊക്കെയാണ് മുന്നിട്ടിറങ്ങിയത്. സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് കുടിവെള്ള വിതരണം. അവസാനം BJPയുടെ MP മാർ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടിടത്ത് കുടിവെള്ളം കൊടുക്കേണ്ടി വന്നു ഡൽഹിയിലെ ജനങ്ങൾക്ക്. ഇതാണ് ഡൽഹിയിൽ നടക്കുന്നത്. അപ്പോൾ ഇപ്പോൾ സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഈ വാർത്ത കേരളത്തിലെ മാധ്യമങ്ങൾ ഉൾപ്പെടെ പതുക്കി വെച്ചത്. കേരളത്തിൽ പിന്നെ സൗകര്യമുണ്ട് ഇതൊക്കെ പതുക്കാൻ. കാരണം ദുരന്തം നടന്നതിൻ്റെ പശ്ചാത്തലത്തിൽ അതിൻ്റെ വാർത്തകൾ കൊടുക്കുമ്പോൾ എന്തും കൊടുക്കാതിരിക്കാമല്ലോ. പക്ഷേ ഈ നാഷണൽ മീഡിയയിലും അത്ര വലിയ വാർത്തയായിട്ട് വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നത് ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഈ വിഭവ് കുമാർ വീണ്ടും പുള്ളി ജയിലിലാണെന്ന് തോന്നുന്നു. പുള്ളി ജാമ്യം കിട്ടിയിട്ടില്ല. ഈ വിഭവ് കുമാറിൻ്റെ ബെയിൽ ആപ്ലിക്കേഷൻ റൌസ് അവന്യൂ കോടതി തള്ളി, ഹൈക്കോടതി തള്ളി, ഒടുവിൽ സുപ്രീം കോടതി വന്നിരിക്കുകയാണ്. സുപ്രീം കോടതിയും പറഞ്ഞിരിക്കുന്നത് ആ വാചകം വളരെ പ്രസക്തമാണ്. അതായത് ബലാത്സംഗം ചെയ്തവർക്കും കൊലയാളികൾക്കും ഞങ്ങൾ ജാമ്യം കൊടുക്കാറുണ്ട്. ശിവനെ പോലൊരു സ്കൗണ്ടറിന്, ഗുണ്ടയ്ക്ക് എങ്ങനെ ജാമ്യം കൊടുക്കും എന്ന് ചോദിച്ചിരിക്കുകയാണ്. മിക്കവാറും വിഭവ് കുമാറിനെയും കൂടെ പിടിച്ച് കെജ്രിവാളിൻ്റെ സെല്ലിലിട്ടല്ല, അവർക്ക് സെക്രട്ടറിക്കും മുതലാളിക്കും ഒരുമിച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്തിരിക്കുക. ഏതായാലും വിഭവ് കുമാറിനെതിരെ സുപ്രീം കോടതി 3-അംഗ ബെഞ്ച് നടത്തിയ പരാമർശങ്ങൾ കെജ്രിവാൾ എന്നുള്ള മുഖ്യമന്ത്രി എത്രമാത്രം അധാർമികമായി പ്രവർത്തിക്കുന്ന ആളാണ്, ഗുണ്ടകളെ തൻ്റെ ഓഫീസിൽ ജോലിക്ക് വെക്കുന്ന ആളാണെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. കെജ്രിവാളിനെ സംബന്ധിച്ച് ഇപ്പോൾ കിട്ടിയ തടവ് ശിക്ഷയേക്കാൾ മാരകമായ പ്രഹരമാണ് സുപ്രീം കോടതിയിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് ചോദിക്കുന്നത്, ഇപ്പോൾ ഈ സ്വാതി മാലിവാൾ മുഖ്യമന്ത്രിയെ കാണാനായിട്ട് വരുന്നു. സ്വാഭാവികമായിട്ടും ഈ അരവിന്ദ് കെജ്രിവാളിൻ്റെ അടുത്ത് ഒരു പെർമിഷനൊക്കെ ചോദിച്ചിട്ടായിരിക്കുമല്ലോ സെക്രട്ടറി. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഈ ഗുണ്ടയെ കണ്ടിട്ട് വേണോ ഈ MP മുഖ്യമന്ത്രിയെ കാണാൻ ചെല്ലുന്നത്? അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ അയാളൊരു ഗുണ്ട നേതാവിനെ അവിടെ പ്രവർത്തിക്കുന്നു എന്ന് കൃത്യമായ തെളിവുകളും സുപ്രീം കോടതിക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ടാണല്ലോ പറയുന്നത് ഇയാളൊരു ഗുണ്ടയാണോ, ഇയാൾ അവിടെ കാട്ടിക്കുട്ടിയ കാര്യങ്ങൾ ഞെട്ടലുളവാക്കുന്നു എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. സുപ്രീം കോടതിക്ക് അപ്പുറത്ത് വേറെ കോടതി ഇല്ലല്ലോ. അപ്പോൾ കെജ്രിവാളിന് ഒരു ഗുണ്ടയും ക്രിമിനലും ഒക്കെ ആയ ഒരാളാണ് തൻ്റെ സന്തത സഹചാരി അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്രട്ടറി ആകാൻ ഏറ്റവും യോഗ്യൻ എന്ന് തോന്നുന്നത്. അദ്ദേഹത്തിന് ചില കാര്യങ്ങളൊക്കെ സംരക്ഷിക്കാനും കൊണ്ടു നടക്കാനും വേണ്ടിയിട്ടായിരിക്കണം. അല്ലെങ്കിൽ പിന്നെ നമ്മളാരെങ്കിലും അറിയപ്പെടുന്ന ഒരു ഗുണ്ടയെ കൂട്ടത്തിൽ കൊണ്ട് നടക്കുമോ? മാത്രമല്ല അന്ന് മാറി നടക്കത്തല്ലേ ഉള്ളൂ. അതെ, അന്ന് മാത്രമല്ല ഈ അടി ഉണ്ടായ സമയത്ത്, അതായത് സ്വാതി മാലിവാളിനെ മർദ്ദിച്ചതിന് ശേഷവും കെജ്രിവാൾ ഒന്നും മിണ്ടിയിരുന്നില്ല. ഇയാൾ അങ്ങനെ അടിച്ചെന്നോ ഉപദ്രവിച്ചെന്നോ ഒന്നും പറയുന്നില്ല. ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. സ്വാതി മാലിവാളിന് പരിക്കേറ്റിരുന്നു എന്നുള്ള വ്യക്തമാണ്. അവർ ഹോസ്പിറ്റലിൽ പോയി, മെഡിക്കൽ റിപ്പോർട്ടുണ്ട്, അവർക്ക് അടി കിട്ടിയെന്നുള്ളത് വളരെ വ്യക്തമാണ്. അതിനൊരു ഖേദം പോലും. എന്താ പറയുന്നത്, കെജ്രിവാളിൻ്റെ പാർട്ടിയുടെ MP അല്ലേ? അതെ, MP ആണ്. മുഖ്യമന്ത്രിയുടെ പാർട്ടിയുടെ MPയെ മുഖ്യമന്ത്രിയുടെ ഗുണ്ടയായ പേഴ്സണൽ അസിസ്റ്റൻറ്റ് തല്ലി എന്ന് പറഞ്ഞിട്ട് ദില്ലി മുഖ്യമന്ത്രിക്കും ആം ആദ്മി പാർട്ടിക്കും ഒരക്ഷരം മിണ്ടാനില്ല. എത്ര ദയനീയമാണെന്ന് നോക്കൂ. അപ്പോൾ പക്ഷേ വേറെ കാര്യമുണ്ട്. ഏതായാലും സുപ്രീം കോടതി ഈ കേസിൽ വളരെ കടുത്ത നിലപാടുമായിട്ട് നിൽക്കുകയാണ്. വിഭവ് കുമാറിന് ജാമ്യം കിട്ടാനുള്ള സാധ്യത വിരളമാണ്. വിഭവ് കുമാറിൻ്റെ ജാമ്യ ഹർജി തള്ളുകയാണെങ്കിൽ, തള്ളിക്കൊണ്ടുള്ള
കോടതി ഉത്തരവിൽ ഒരുപക്ഷെ ഇതിലും രൂക്ഷമായ പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാവാം. ഏതായാലും കെജ്രിവാളിൻ്റെ കാലം അത്ര നല്ലതല്ല. അപ്പോൾ കെജ്രിവാളിനെ കൃത്യമായി പൂട്ടാനുള്ള തന്ത്രങ്ങൾ കോടതിയിൽ നടക്കുന്നു എന്ന് തോന്നുന്നു. കാരണം അതുകൊണ്ടാണ് തോന്നുന്നു ഇപ്പോൾ കാര്യങ്ങളൊന്നും പുറത്തു വരാത്തതും. കെജ്രിവാൾ ഇപ്പം ജാമ്യം വേണമെന്ന് പറയുന്നത് കെജ്രിവാളിനിപ്പം അടുത്ത കേസിൽ CBIയുടെ കേസിൽ ജാമ്യം കിട്ടിയിട്ടില്ല. മറ്റേ കേസിൽ ED കേസിൽ ജാമ്യം കിട്ടി. ഇനിയൊരു NIAയുടെ FIR ബാക്കിയുണ്ട്. അപ്പോൾ മൊത്തത്തിൽ പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. മൊത്തത്തിൽ പൂട്ടിക്കൊണ്ടിരിക്കുകയല്ല, പൂട്ടാനുള്ള കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ട്. അതെ. അപ്പോൾ കെജ്രിവാൾ മിശികയാണ് എന്ന് പറയുന്ന ആളുകൾ ഇതൊക്കെ ഒന്ന് ഓർമ്മിക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് സുപ്രീം കോടതി കെജ്രിവാളിൻ്റെ സെക്രട്ടറിയുടെ കേസിൽ ഗുണ്ടയാണോ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി വെച്ചിരിക്കുന്നത് എന്ന ചോദ്യം ഉയർത്തിയിരിക്കുന്നത് കെജ്രിവാളിനോടാണ് എന്ന് അദ്ദേഹത്തെ ന്യായീകരിക്കുന്ന ആളുകളൊന്നും മനസ്സിലാക്കിയാൽ നല്ലതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.